നമ്മളെല്ലാവരും ഒരു മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിലാണ് ജീവിക്കുന്നത് അല്ലേ? പക്ഷേ ഇത് വെള്ളമല്ല, വായുവാണ്. നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന, ജീവൻ തരുന്ന, എന്നാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു മാന്ത്രിക കവചം. അപ്പോ ഇന്ന് നമുക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ നേരെ മുകളിലേക്ക് ഒരു യാത്ര പോയാലോ? ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഈ ഒരു സംരക്ഷണ കവചമില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഭൂമിയെന്നു പറയുന്നത് സൗരയൂഥത്തിലെ വെറുമൊരു തരിശുനിലം മാത്രമായി മാറിയേനെ. ജീവന്റെ ഒരു തുടിപ്പുപോലുമില്ലാത്ത വരണ്ടുണങ്ങിയൊരു ലോകം. ആ ഒരു ഭീകരമായ അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതെന്താണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. അപ്പോ റെഡിയല്ലേ? നമ്മുടെ യാത്ര താഴേക്കല്ല, നേരെ മുകളിലേക്കാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് ബഹിരാകാശത്തിന്റെ ശൂന്യത വരെ ഓരോ ലെയറും കടന്ന് നമുക്ക് മുകളിലേക്ക് പോകാം. നമ്മുടെ ഈ യാത്രയ്ക്ക് പ്രധാനമായിട്ട് 5 സ്റ്റോപ്പുകളാണുള്ളത്. നമ്മളിപ്പോ നിൽക്കുന്ന ട്രോപ്പോസ്ഫിയർ, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, അവസാനം ബഹിരാകാശത്തിന്റെ ഗേറ്റ്വേ എന്ന് പറയാവുന്ന എക്സോസ്ഫിയർ. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. നമ്മൾ ശ്വാസമെടുക്കുന്ന, നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ലെയറിൽ നിന്ന്, ട്രോപ്പോസ്ഫിയർ. ഭൂമിയോട് തൊട്ടുചേർന്ന് കിടക്കുന്ന, ഈ കാണുന്ന മഴയും വെയിലും കാറ്റുമെല്ലാം സംഭവിക്കുന്ന നമ്മുടെ സ്വന്തം ലോകം. ഈ ലെയറിന്റെ ഉയരമെന്ന് പറയുന്നത് ഏകദേശം ഒരു 12 കിലോമീറ്റർ വരെയാണ്. നിങ്ങൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ കാണുന്ന മേഘങ്ങളില്ലേ, പിന്നെ മഴ, കാറ്റ്, ഇതെല്ലാം നടക്കുന്നത് ഈ ഒരൊറ്റ ലെയറിലാണ്. എന്തിന്, നിങ്ങൾ എവറസ്റ്റിന്റെ മുകളിൽ കയറി നിന്നാൽ പോലും നിങ്ങൾ അപ്പോഴും ഈ ട്രോപ്പോസ്ഫിയറിൽ തന്നെയാണ്. പിന്നെ ഒന്നുണ്ട്, ഇവിടെ മുകളിലേക്ക് പോകുന്തോറും തണുപ്പിങ്ങനെ കൂടിക്കൂടി വരും. പക്ഷെ ഇതിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയാമോ? നമ്മുടെ അന്തരീക്ഷത്തിലെ മൊത്തം വായുവിന്റെ ഒരു 1/4 ഭാഗം, അതായത് 75%, ഈ ഒരു ചെറിയ ലെയറിലാണ് തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള 4 ലെയറുകൾക്കെല്ലാം കൂടി വെറും 25% മാത്രം. അത്രയ്ക്ക് ഡെൻസിറ്റി ഉണ്ട് നമ്മുടെ ഈ ലോകത്തിന്. ഓക്കെ, ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞു. നമ്മളിപ്പോ അടുത്ത ലെയറിലേക്ക് കടക്കുകയാണ്, സ്ട്രാറ്റോസ്ഫിയർ. ഇതിന് നമുക്ക് ഭൂമിയുടെ ഒരു വലിയ സൺസ്ക്രീൻ എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണെന്നല്ലേ? കാരണം നമ്മളെയൊക്കെ സംരക്ഷിക്കുന്ന ആ നിർണായകമായ ഓസോൺ ലെയറുള്ളത് ഇവിടെയാണ്. ഇവിടെ എത്തുമ്പോഴാണ് കാര്യങ്ങളൊക്കെ നേരെ തലകീഴാവുന്നത്. ട്രോപ്പോസ്ഫിയറിൽ മുകളിലേക്ക് പോകുമ്പോൾ തണുപ്പ് കൂടുകയല്ലേ ചെയ്തത്? പക്ഷേ ഇവിടെ സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ചൂട് കൂടുകയാണ്. സൂര്യനിൽ നിന്നുള്ള ആ ഡേഞ്ചറസ് അൾട്രാവയലറ്റ് രശ്മികളെ ഓസോൺ ലെയർ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ചൂട് കൂടുന്നത്. ഏകദേശം 50 കിലോമീറ്റർ വരെ ഉയരമുള്ള ഈ ലെയർ ഭയങ്കര ശാന്തമാണ്. അതുകൊണ്ട് തന്നെ താഴെ ട്രോപ്പോസ്ഫിയറിലെ ആ കാറ്റും ബഹളവുമൊക്കെ ഒഴിവാക്കി സ്മൂത്തായിട്ട് പറക്കാൻ വേണ്ടി ചില ജെറ്റ് വിമാനങ്ങളൊക്കെ ഈ വഴി വരാറുണ്ട്. പിന്നെ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള വലിയ ബലൂണുകളില്ലേ, അതൊക്കെ പൊങ്ങിയെത്തുന്നത് ഇവിടെ വരെയാണ്. അപ്പോ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മളിപ്പോ മെസോസ്ഫിയറിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഭൂമിയുടെ ഒരു ബോഡിഗാർഡാണ്. കാരണം ബഹിരാകാശത്ത് നിന്ന് ചീറിപ്പാഞ്ഞുവരുന്ന ഉൽക്കകളെയൊക്കെ കത്തിച്ച് ചാരമാക്കുന്ന ആ ഒരു പണി ചെയ്യുന്നത് ഈ ലെയറാണ്. ഒന്ന് ആലോചിക്കണം, ഇവിടത്തെ വായു എന്ന് പറയുന്നത് വളരെ നേർത്തതാണ്. എന്നിട്ട് പോലും മണിക്കൂറിൽ 1000കണക്കിന് കിലോമീറ്റർ സ്പീഡിൽ വരുന്ന പാറക്കഷ്ണങ്ങളെ വെറും ഫ്രിക്ഷൻ, അതായത് ഘർഷണം കൊണ്ട് കത്തിച്ചു കളയാൻ ഈ ലെയറിന് പറ്റുന്നുണ്ട്. ഇതൊരു അത്ഭുതം തന്നെയല്ലേ? നേരത്തെ സ്ട്രാറ്റോസ്ഫിയറിൽ ചൂട് കൂടുകയായിരുന്നല്ലോ. പക്ഷേ ആ ചൂടൊക്കെ ഇപ്പം പോയി. കാരണം ഇവിടെ ടെമ്പറേച്ചർ വീണ്ടും കുത്തനെ താഴോട്ടാണ്. നമ്മുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലമെന്ന് പറയുന്നത് ഈ മീസോസ്ഫിയറാണ്. ഇനി നമ്മൾ പോകുന്നത് ആകാശത്തിലെ ഏറ്റവും കിടിലൻ കാഴ്ചകളുള്ള ഒരു സ്ഥലത്തേക്കാണ്. ആ അത്ഭുതം നിറഞ്ഞ ധ്രുവദീപ്തികളും നമ്മുടെ സാറ്റലൈറ്റുകളുമെല്ലാം ഒരുമിക്കുന്ന ഒരു വലിയ ലോകം. അതാണ് തെർമോസ്ഫിയർ. ഇവിടെയാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസം വരുന്നത്. ഇവിടുത്തെ ടെമ്പറേച്ചർ 2000 ഡിഗ്രി സെൽഷ്യസ് വരെ പോകാമെന്നാ പറയുന്നത്. അതായത് സ്റ്റീൽ പോലും ഉരുകിപ്പോകുന്ന ചൂട്. പക്ഷേ നിങ്ങൾക്കവിടെ നിൽക്കാൻ പറ്റിയെന്ന് വിചാരിക്കുക, നിങ്ങൾ തണുത്തു വിറയ്ക്കും. കാരണം എന്താണെന്നറിയോ? ചൂട് നമ്മുടെ ശരീരത്തിലേക്ക് തരാൻ ആവശ്യമായത്ര വായുവിന്റെ കണികകൾ അവിടെയില്ല. അവയൊക്കെ കിലോമീറ്ററുകൾ അകലെയാണ്. ഈ ലെയറിന്റെ ഒരു ഭാഗമാണ് അയോണോസ്ഫിയർ. അതൊരു വലിയ കണ്ണാടി പോലെയാണ്. നമ്മുടെ റേഡിയോ സിഗ്നലുകളെയൊക്കെ ഭൂമിയിലേക്ക് തന്നെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതാണ്. പിന്നെ രാത്രി ആകാശത്ത് നമ്മൾ കാണുന്ന ആ മനോഹരമായ അരോറകളില്ലേ, ആ ലൈറ്റ് ഷോ, അതുണ്ടാവുന്നതും ഇവിടെയാണ്. അതുമാത്രമല്ല, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അടക്കം പലതും ഭൂമിയെ ചുറ്റിക്കറങ്ങുന്നത് ഈ വലിയ ലെയറിലാണ്.
അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രയുടെ അവസാന സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഭൂമിയുടെ അന്തരീക്ഷം പതിയെ ഇല്ലാതായി ബഹിരാകാശത്തിന്റെ ആ വലിയ ശൂന്യതയിലേക്ക് ലയിച്ചു ചേരുന്ന ഒരിടം. അതാണ് എക്സോസ്ഫിയർ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫ്രോണ്ടിയർ. ഇവിടെ അന്തരീക്ഷം അത്രയ്ക്ക് നേർത്തതാണ്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ വായുവിന്റെ കണികകൾക്ക് ഭൂമിയുടെ ഗ്രാവിറ്റിയിൽ നിന്ന് രക്ഷപ്പെട്ട് എന്നേക്കുമായി ബഹിരാകാശത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ ചില സാറ്റലൈറ്റുകളൊക്കെ ഈ ഏകാന്തമായ വഴിയിലൂടെയാണ് ഭൂമിയെ ചുറ്റുന്നത്. അപ്പോ നമ്മുടെ യാത്ര പൂർത്തിയായി. നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാ? കാലാവസ്ഥയുടെ ലോകമായ ട്രോപ്പോസ്ഫിയറിൽ നിന്ന്. പിന്നെ നമ്മളെ സംരക്ഷിക്കുന്ന ഓസോൺ ലെയറുള്ള സ്ട്രാറ്റോസ്ഫിയർ കടന്നു, ഉൽക്കകളെ കത്തിക്കുന്ന മെസോസ്ഫിയറും പിന്നിട്ടു, അറോറയുടെ നാടായ തെർമോസ്ഫിയറിലൂടെ നമ്മളിപ്പോ ബഹിരാകാശത്തിന്റെ വാതിൽക്കൽ, അതായത് എക്സോസ്ഫിയറിലെത്തി. ഈ 5 ലെയറുകളുള്ള പുതപ്പാണ് ബഹിരാകാശത്തിന്റെ ആ ഭീകരമായ അവസ്ഥയിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തുസൂക്ഷിക്കുന്നത്. ഒരു ചെറിയ അശ്രദ്ധ മതി ഇതിന് കേടുപാടുകൾ സംഭവിക്കാൻ. അത്രയ്ക്ക് ദുർബലമായ ഈ കവചത്തെ സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും എന്തു ചെയ്യണം? അതൊരു വലിയ ചോദ്യമാണല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു. നമ്മളെല്ലാവരും ഒരു മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിലാണ് ജീവിക്കുന്നത്, അല്ലേ? പക്ഷേ ഇത് വെള്ളമല്ല, വായുവാണ്. നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന, ജീവൻ തരുന്ന, എന്നാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു മാന്ത്രിക കവചം. അപ്പോ ഇന്ന് നമുക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ നേരെ മുകളിലേക്ക് ഒരു യാത്ര പോയാലോ? ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഈ ഒരു സംരക്ഷണ കവചമില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഭൂമിയെന്നു പറയുന്നത് സൗരയൂഥത്തിലെ വെറുമൊരു തരിശുനിലം മാത്രമായി മാറിയേനെ. ജീവന്റെ ഒരു തുടിപ്പുപോലുമില്ലാത്ത വരണ്ടുണങ്ങിയൊരു ലോകം. ആ ഒരു ഭീകരമായ അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതെന്താണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. അപ്പോ റെഡിയല്ലേ? നമ്മുടെ യാത്ര താഴേക്കല്ല, നേരെ മുകളിലേക്കാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് ബഹിരാകാശത്തിന്റെ ശൂന്യത വരെ ഓരോ ലെയറും കടന്ന് നമുക്ക് മുകളിലേക്ക് പോകാം. നമ്മുടെ ഈ യാത്രയ്ക്ക് പ്രധാനമായിട്ട് 5 സ്റ്റോപ്പുകളാണുള്ളത്. നമ്മളിപ്പോ നിൽക്കുന്ന ട്രോപ്പോസ്ഫിയർ, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, അവസാനം ബഹിരാകാശത്തിന്റെ ഗേറ്റ്വേ എന്ന് പറയാവുന്ന എക്സോസ്ഫിയർ. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. നമ്മൾ ശ്വാസമെടുക്കുന്ന, നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ലെയറിൽ നിന്ന്, ട്രോപ്പോസ്ഫിയർ. ഭൂമിയോട് തൊട്ടുചേർന്ന് കിടക്കുന്ന, ഈ കാണുന്ന മഴയും വെയിലും കാറ്റുമെല്ലാം സംഭവിക്കുന്ന നമ്മുടെ സ്വന്തം ലോകം. ഈ ലെയറിന്റെ ഉയരമെന്ന് പറയുന്നത് ഏകദേശം ഒരു 12 കിലോമീറ്റർ വരെയാണ്. നിങ്ങൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ കാണുന്ന മേഘങ്ങളില്ലേ, പിന്നെ മഴ, കാറ്റ്, ഇതെല്ലാം നടക്കുന്നത് ഈ ഒരൊറ്റ ലെയറിലാണ്. എന്തിന്, നിങ്ങൾ എവറസ്റ്റിന്റെ മുകളിൽ കയറി നിന്നാൽ പോലും നിങ്ങൾ അപ്പോഴും ഈ ട്രോപ്പോസ്ഫിയറിൽ തന്നെയാണ്. പിന്നെ ഒന്നുണ്ട്, ഇവിടെ മുകളിലേക്ക് പോകുന്തോറും തണുപ്പിങ്ങനെ കൂടിക്കൂടി വരും. പക്ഷെ ഇതിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയാമോ? നമ്മുടെ അന്തരീക്ഷത്തിലെ മൊത്തം വായുവിന്റെ ഒരു 1/4 ഭാഗം, അതായത് 75%, ഈ ഒരു ചെറിയ ലെയറിലാണ് തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള 4 ലെയറുകൾക്കെല്ലാം കൂടി വെറും 25% മാത്രം. അത്രയ്ക്ക് ഡെൻസിറ്റി ഉണ്ട് നമ്മുടെ ഈ ലോകത്തിന്. ഓക്കെ, ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞു. നമ്മളിപ്പോ അടുത്ത ലെയറിലേക്ക് കടക്കുകയാണ്, സ്ട്രാറ്റോസ്ഫിയർ. ഇതിന് നമുക്ക് ഭൂമിയുടെ ഒരു വലിയ സൺസ്ക്രീൻ എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണെന്നല്ലേ? കാരണം നമ്മളെയൊക്കെ സംരക്ഷിക്കുന്ന ആ നിർണായകമായ ഓസോൺ ലെയറുള്ളത് ഇവിടെയാണ്. ഇവിടെ എത്തുമ്പോഴാണ് കാര്യങ്ങളൊക്കെ നേരെ തലകീഴാവുന്നത്. ട്രോപ്പോസ്ഫിയറിൽ മുകളിലേക്ക് പോകുമ്പോൾ തണുപ്പ് കൂടുകയല്ലേ ചെയ്തത്? പക്ഷേ ഇവിടെ സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ചൂട് കൂടുകയാണ്. സൂര്യനിൽ നിന്നുള്ള ആ ഡേഞ്ചറസ് അൾട്രാവയലറ്റ് രശ്മികളെ ഓസോൺ ലെയർ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ചൂട് കൂടുന്നത്. ഏകദേശം 50 കിലോമീറ്റർ വരെ ഉയരമുള്ള ഈ ലെയർ ഭയങ്കര ശാന്തമാണ്. അതുകൊണ്ടുതന്നെ താഴെ ട്രോപ്പോസ്ഫിയറിലെ ആ കാറ്റും ബഹളവുമൊക്കെ ഒഴിവാക്കി സ്മൂത്തായിട്ട് പറക്കാൻ വേണ്ടി ചില ജെറ്റ് വിമാനങ്ങളൊക്കെ ഈ വഴി വരാറുണ്ട്. പിന്നെ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള വലിയ ബലൂണുകളില്ലേ, അതൊക്കെ പൊങ്ങിയെത്തുന്നത് ഇവിടെ വരെയാണ്. അപ്പോ നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മളിപ്പോ മെസോസ്ഫിയറിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഭൂമിയുടെ ഒരു ബോഡിഗാർഡാണ്. കാരണം ബഹിരാകാശത്ത് നിന്ന് ചീറിപ്പാഞ്ഞുവരുന്ന ഉൽക്കകളെയൊക്കെ കത്തിച്ച് ചാരമാക്കുന്ന ആ ഒരു പണി ചെയ്യുന്നത് ഈ ലെയറാണ്. ഒന്ന് ആലോചിക്കണം, ഇവിടത്തെ വായു എന്ന് പറയുന്നത് വളരെ നേർത്തതാണ്. എന്നിട്ട് പോലും മണിക്കൂറിൽ 1000കണക്കിന് കിലോമീറ്റർ സ്പീഡിൽ വരുന്ന പാറക്കഷ്ണങ്ങളെ വെറും ഫ്രിക്ഷൻ, അതായത് ഘർഷണം കൊണ്ട് കത്തിച്ചു കളയാൻ ഈ ലെയറിന് പറ്റുന്നുണ്ട്. ഇതൊരു അത്ഭുതം തന്നെയല്ലേ? നേരത്തെ സ്ട്രാറ്റോസ്ഫിയറിലെ ചൂട് കൂടുകയായിരുന്നല്ലോ. പക്ഷേ ആ ചൂടൊക്കെ ഇപ്പം പോയി. കാരണം ഇവിടെ ടെമ്പറേച്ചർ വീണ്ടും കുത്തനെ താഴോട്ടാണ്.
നമ്മുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലമെന്ന് പറയുന്നത് ഈ മീസോസ്ഫിയറാണ്. ഇനി നമ്മൾ പോകുന്നത് ആകാശത്തിലെ ഏറ്റവും കിടിലൻ കാഴ്ചകളുള്ള ഒരു സ്ഥലത്തേക്കാണ്. ആ അത്ഭുതം നിറഞ്ഞ ധ്രുവദീപ്തികളും നമ്മുടെ സാറ്റലൈറ്റുകളുമെല്ലാം ഒരുമിക്കുന്ന ഒരു വലിയ ലോകം. അതാണ് തെർമോസ്ഫിയർ. ഇവിടെയാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസം വരുന്നത്. ഇവിടുത്തെ ടെമ്പറേച്ചർ 2000 ഡിഗ്രി സെൽഷ്യസ് വരെ പോകാമെന്നാ പറയുന്നത്. അതായത് സ്റ്റീൽ പോലും ഉരുകിപ്പോകുന്ന ചൂട്. പക്ഷേ നിങ്ങൾക്കവിടെ നിൽക്കാൻ പറ്റിയെന്ന് വിചാരിക്കുക, നിങ്ങൾ തണുത്തു വിറയ്ക്കും. കാരണം എന്താണെന്നറിയോ? ചൂട് നമ്മുടെ ശരീരത്തിലേക്ക് തരാൻ ആവശ്യമായത്ര വായുവിന്റെ കണികകൾ അവിടെയില്ല. അവയൊക്കെ കിലോമീറ്ററുകൾ അകലെയാണ്. ഈ ലെയറിന്റെ ഒരു ഭാഗമാണ് അയോണോസ്ഫിയർ. അതൊരു വലിയ കണ്ണാടി പോലെയാണ്. നമ്മുടെ റേഡിയോ സിഗ്നലുകളെയൊക്കെ ഭൂമിയിലേക്ക് തന്നെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതാണ്. പിന്നെ രാത്രി ആകാശത്ത് നമ്മൾ കാണുന്ന ആ മനോഹരമായ അരോറകളില്ലേ, ആ ലൈറ്റ് ഷോ, അതുണ്ടാവുന്നതും ഇവിടെയാണ്. അതുമാത്രമല്ല, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അടക്കം പലതും ഭൂമിയെ ചുറ്റിക്കറങ്ങുന്നത് ഈ വലിയ ലെയറിലാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രയുടെ അവസാന സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഭൂമിയുടെ അന്തരീക്ഷം പതിയെ ഇല്ലാതായി ബഹിരാകാശത്തിന്റെ ആ വലിയ ശൂന്യതയിലേക്ക് ലയിച്ചു ചേരുന്ന ഒരിടം. അതാണ് എക്സോസ്ഫിയർ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫ്രോണ്ടിയർ. ഇവിടെ അന്തരീക്ഷം അത്രയ്ക്ക് നേർത്തതാണ്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ വായുവിന്റെ കണികകൾക്ക് ഭൂമിയുടെ ഗ്രാവിറ്റിയിൽ നിന്ന് രക്ഷപ്പെട്ട് എന്നേക്കുമായി ബഹിരാകാശത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ ചില സാറ്റലൈറ്റുകളൊക്കെ ഈ ഏകാന്തമായ വഴിയിലൂടെയാണ് ഭൂമിയെ ചുറ്റുന്നത്. അപ്പോ നമ്മുടെ യാത്ര പൂർത്തിയായി. നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാ? കാലാവസ്ഥയുടെ ലോകമായ ട്രോപ്പോസ്ഫിയറിൽ നിന്ന്. പിന്നെ നമ്മളെ സംരക്ഷിക്കുന്ന ഓസോൺ ലെയറുള്ള സ്ട്രാറ്റോസ്ഫിയർ കടന്നു. ഉൽക്കകളെ കത്തിക്കുന്ന മെസോസ്ഫിയറും പിന്നിട്ടു. അറോറയുടെ നാടായ തെർമോസ്ഫിയറിലൂടെ നമ്മളിപ്പോ ബഹിരാകാശത്തിന്റെ വാതിൽക്കൽ, അതായത് എക്സോസ്ഫിയറിലെത്തി. ഈ 5 ലെയറുകളുള്ള പുതപ്പാണ് ബഹിരാകാശത്തിന്റെ ആ ഭീകരമായ അവസ്ഥയിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തുസൂക്ഷിക്കുന്നത്. ഒരു ചെറിയ അശ്രദ്ധ മതി ഇതിന് കേടുപാടുകൾ സംഭവിക്കാൻ. അത്രയ്ക്ക് ദുർബലമായ ഈ കവചത്തെ സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും എന്തു ചെയ്യണം? അതൊരു വലിയ ചോദ്യമാണല്ലേ? നിങ്ങളെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ.